Hi all, welcome to Competitive Cracker. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. UGC നെറ്റിന്റെ ജനറൽ പേപ്പറിലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് എന്നൊരു ടോപ്പിക് ഉണ്ടല്ലേ, അതിൽ വരുന്ന പെർസെന്റേജ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണല്ലേ, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് എന്നൊരു ടോപ്പിക് ഉണ്ട്, അതേപോലെ തന്നെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. ഇതിന് രണ്ടിനും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ ആണ് പെർസെന്റേജ്. എപ്പോഴും നമ്മൾ ഏത് എക്സാമിനാണെങ്കിലും മാത്സ് ഉള്ള ഏത് എക്സാംസിനും നമ്മൾ ആദ്യം തന്നെ പെർസെന്റേജിന്റെ ഒക്കെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയതിനു ശേഷം വേണം ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പൊ ഏത് ടോപ്പിക്സ് മാത്സിന്റെ ചെയ്യണമെങ്കിലും പെർസെന്റേജിന്റെ ഒക്കെ ബേസിക്സ് വേണം. അപ്പം ഇന്ന് നമുക്ക് അതിൽ പെർസെന്റേജിലെ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Swati's salary is 30% more than Ajay's salary. By what approximate percent is Ajay's salary less than Swati's salary? അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. അതായത് ഈ പെർസെന്റേജ് മോർ, പെർസെന്റേജ് ലെസ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് DI എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വളരെ അത്യാവശ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, അതിൽ 10% ഇൻക്രീസ് വന്നാൽ നമ്മുടെ പുതിയ വാല്യൂ നമുക്ക് എങ്ങനെ പറയാം? 110% ഓഫ് എക്സ് അല്ലെ. ഇതും ശരിയാണ്, എക്സ് പ്ലസ് 10% ഓഫ് എക്സ് ഇങ്ങനെയാണ് പറയുന്നത് അല്ലെ. 10%, എക്സിന്റെ 10% എത്രയാണോ അത്രയും കൂടെ എക്സിന്റെ കൂടെ കൂട്ടുന്നു. അതിന് നമ്മൾ ഇങ്ങനെ ഒരു രീതി എഴുതി പഠിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഉണ്ട്, 10% ഇൻക്രീസ് ചെയ്താൽ അതെന്തായി? 110% ഓഫ് എക്സ് ആയി അല്ലെ. ഇനി 20% ഇൻക്രീസ് ആണെങ്കിൽ 120% ഓഫ് എക്സ് ആയി. ഇനി അതേപോലെ ഡിക്രീസ് ആണെങ്കിലോ, 10% ഡിക്രീസ് ആണെങ്കിൽ 90% ഓഫ് എക്സ്. 20% ഡിക്രീസ് ആണെങ്കിൽ 80% ഓഫ് എക്സ് അല്ലെ. 100 മൈനസ് ദാറ്റ് 20 ചെയ്യുക. ഓക്കെ, അതേപോലെ അറിഞ്ഞിരിക്കേണ്ടതാണ് പെർസെന്റേജ് മോർ അല്ലെങ്കിൽ പെർസെന്റേജ് ലെസ് കാണുക. ഈ പെർസെന്റേജ് മോർ അല്ലെങ്കിൽ പെർസെന്റേജ് ലെസ് കാണാൻ പറയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ രണ്ട് വാല്യൂസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം 80 എന്നും 90. എ എന്ന് പറയുന്നത് 80 ആണ്, ബി എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പൊ എങ്ങനെ ചോദിക്കാം? ബി ഈസ് ഹൗ മച്ച് പെർസെന്റ് മോർ ദാൻ എ. അതായത് 90 എന്ന് പറയുന്നത് 80യെക്കാട്ടിൽ എത്ര ശതമാനം കൂടുതലാണ്. എത്ര കൂടുതലാണെന്ന് ചോദിച്ചാൽ ഡിഫറൻസ് ആയ 10 നമുക്ക് പറയാം അല്ലെ. 90 അതായത് ബി എയേക്കാൾ 10 കൂടുതലാണ്. എത്ര ശതമാനം കൂടുതലാണെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, രണ്ട് നമ്പേഴ്സ് തന്നിട്ടായിരിക്കും നമുക്ക് പെർസെന്റേജ് മോർ അല്ലെങ്കിൽ പെർസെന്റേജ് ലെസ് അല്ലെ. രണ്ട് നമ്പേഴ്സ് കാണും, അവിടെ ആയിരിക്കും നമുക്ക് പെർസെന്റേജ് മോർ അല്ലെങ്കിൽ പെർസെന്റേജ് ലെസ് ചോദിക്കുന്നത്. അപ്പൊ പെർസെന്റേജ് മോർ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഈ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക. ബൈ താഴെ എന്ത് കൊടുക്കണം? ലാർജർ നമ്പർ കൊടുക്കുക. അതായത് ലാർജർ അല്ല, പെർസെന്റേജ് മോർ ചോദിച്ചാൽ ലെസ്സർ നമ്പർ, ചെറിയ നമ്പർ കൊടുക്കുക. അതായത് എന്തിനെ വെച്ചാണോ കമ്പയർ ചെയ്യുന്നത്, ദാൻ വരുന്നതെന്ന് ആലോചിക്കാം. അതായത് നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു? ബി ഈസ് ഹൗ മച്ച് പെർസെന്റ് മോർ ദാൻ എ. എയേക്കാൾ എത്ര കൂടുതലാണ്. അപ്പൊ എയുടെ വാല്യൂ ആണ് താഴെ കൊടുക്കേണ്ടത്. അപ്പോൾ ഓർക്കാൻ ഒരു എളുപ്പത്തിന് പറഞ്ഞാണ്, പെർസെന്റേജ് മോർ അല്ലെങ്കിൽ പെർസെന്റേജ് ഇൻക്രീസ് ഒക്കെ ചോദിച്ചാൽ താഴെ ചെറിയ നമ്പർ, സ്മോളർ നമ്പർ കൊടുക്കുക എന്ന് ഓർക്കുക. ഡിഫറൻസ് ബൈ സ്മോളർ നമ്പർ ഇൻറ്റു 100. ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ദാൻ വരുന്നതും കൂടെ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ഇനി പെർസെന്റേജ് ലെസ് ആണെങ്കിലോ രണ്ടിന്റെയും ഡിഫറൻസ് എടുക്കുക. താഴെ എന്തായിരിക്കും? ലാർജർ നമ്പർ അല്ലെ. ചോദ്യം ഇങ്ങനെയാണ്, എ ഈസ് ഹൗ മച്ച് പെർസെന്റ് ലെസ് ദാൻ ബി. എ ബിയേക്കാൾ എത്ര ശതമാനം കുറവാണ്. അപ്പൊ ഡിഫറൻസ് എഴുതി, താഴെ എന്താ? ബിയുടെ വാല്യൂ അല്ലെ, 90. അപ്പൊ നമുക്ക് ഇവിടെ പറയാം ലാർജർ നമ്പർ ഇൻറ്റു 100. ക്ലിയർ ആണോ? ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ, Swati's salary is 30% more than Ajay's salary അല്ലെ. അപ്പൊ രണ്ടുപേരുണ്ട്, സ്വാതി ഉണ്ട്, അജയ് ഉണ്ട്. സ്വാതിയുടെ സാലറി അജയുടെ സാലറിയെക്കാട്ടിൽ 30% കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് എന്ന് അസ്യൂം ചെയ്യാം. അതിൽ നല്ലത് പെർസെന്റേജ് ഒക്കെ വരുമ്പോൾ നല്ലത് അസ്യൂം ചെയ്യാൻ എളുപ്പമുള്ള വാല്യൂ 100 കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, 100 ആണ് നമ്മൾ അജയുടെ സാലറി ആയിട്ട് എടുക്കുന്നതെങ്കിൽ സ്വാതിയുടെ സാലറി എത്രയാണ്? 30% മോർ ദാൻ 100 അല്ലെ. ദാറ്റ് ഈസ് 100 പ്ലസ് 30% ഓഫ് 100 എന്ന് പറയാം. അതായത് 130 അല്ലെ. 130 ആണ് സ്വാതിയുടെ സാലറി. അപ്പൊ രണ്ടുപേരുടെയും സാലറി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരിക്കലും നമ്മൾ തിരിച്ചു പറയാം, അതായത് 30% കൂടുതലാണെങ്കിൽ എത്ര കുറവാന്ന് ചോദിച്ചാൽ 30% കുറവാന്ന് പറയരുത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? പെർസെന്റേജ് ലെസ് കാണണം. ഓക്കെ, പെർസെന്റേജ് ലെസ്. ഇനി ഇത്രയും ഓർത്താൽ മതി. പെർസെന്റേജ് ലെസ് കാണണം, നമ്മുടെ രണ്ട് വാല്യൂസ് ഉണ്ട്, എന്ത് ചെയ്താൽ മതി? ഇവരുടെ ഡിഫറൻസ് എടുക്കുക. എത്ര വരും? 30. താഴെ എന്ത് കൊടുക്കണം?
ലെസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം ലാർജർ നമ്പർ ഏതാ? ലാർജർ നമ്പർ 130 into 100. ക്ലിയർ ആണോ? ഇനി ദാൻ വരുന്നത് നോക്കിയാൽ അജയ് സാലറി ലെസ് ദാൻ സ്വാതി സാലറി. അജയുടെ സാലറി സ്വാതിയുടെ സാലറിയെ കാട്ടിൽ എത്ര കുറവാണ്? അപ്പൊ സ്വാതിയുടെ സാലറിയാണ് താഴെ വരേണ്ടത്. ക്ലിയർ ആണോ? അങ്ങനെയും നോക്കാം. ഓക്കെ, അപ്പം സോൾവ് ചെയ്തേ. കട്ട് ചെയ്താല് 300 ഡിവൈഡ് ബൈ 13 അപ്രോക്സിമേറ്റാ. ഡിവൈഡ് ചെയ്തോളാം. 300 ഡിവൈഡ് ബൈ 13 അല്ലെ. 13 into 2 വരും 26. 2 തുടങ്ങുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അതുവരെ നമുക്ക് നിർത്താം അല്ലെ. അതൊന്നും ചെയ്താൽ മതി. ഓപ്ഷൻ ബി ആണ്. നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് നോക്കാം. നോക്കിയോ, 40 വരും, 23 വരും, 39 അല്ലെ. ഇനി അങ്ങനെ പോകും. 23 പോയിന്റ് സംതിങ് എന്ന് വരും അല്ലെ. ഓപ്ഷൻ ബി 23%. അപ്പൊ ഈ പെർസെന്റേജ് ലെസ് പെർസെന്റേജ് മോർ എന്നുള്ളതിന്റെ കൺസെപ്റ്റ് മറക്കരുത്. ഇത് നമുക്ക് ഡി ഐയിലും വളരെ ആവശ്യമായിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതേ നമ്മൾ ഇപ്പൊ പറഞ്ഞ അതേ ചോദ്യം തന്നെ മറ്റൊരു ഫോർമാറ്റിൽ ചോദിച്ചേക്കുക. ഒന്ന് നോക്കിയേ. വാട്ട് പേഴ്സൺ ഡിക്രീസ് ഇൻ സാലറി വുഡ് എക്സാക്ട്ലി ക്യാൻസൽ ഔട്ട് 20% ഇൻക്രീസ്? ഒരാളുടെ സാലറി 20% കൂടി എങ്കിൽ എത്ര ശതമാനം കുറച്ചാലാണ് ആ ഒരു ഇൻക്രീസ് ക്യാൻസൽ ആവുക, അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂയിലേക്ക് വരിക? ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞു. ഒരാളുടെ സാലറി 30% കൂടുതലാണ്, എന്നാൽ മറ്റേയാളുടെ സാലറി എത്ര കുറവാണ് എന്ന് ചോദിക്കുന്നത് തന്നെയാണ് അല്ലെ. ഒരു നമ്പർ 30% കൂട്ടി എങ്കിൽ എത്ര ശതമാനം കുറച്ചാൽ അത് ഒറിജിനൽ നമ്പർ ആകും? ഇത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. എങ്ങനെയാണ് നോക്കിയേ. ഒറിജിനൽ സാലറി, ന്യൂ സാലറി. ഒറിജിനൽ സാലറി 100 ആണെന്ന് വിചാരിച്ചാൽ ന്യൂ സാലറി എന്തായിരുന്നു ചേഞ്ച് വന്നത്? വാട്ട് പേഴ്സൺ ഡിക്രീസ് ഇൻ സാലറി വുഡ് എക്സാക്ട്ലി ക്യാൻസൽ ഔട്ട് 20% ഇൻക്രീസ്. ആദ്യം സാലറി 20% കൂടി അല്ലെ. അപ്പൊ 100 ആയിരുന്നു. ന്യൂ സാലറി എന്ന് പറഞ്ഞാൽ 120 ആണ്. ഇനിയും ചോദിക്കുന്നത് ഇത് എത്ര ശതമാനം കുറവാണെന്നാണ്. പെർസെന്റേജ് ലെസ് ആണ് ചോദിക്കുന്നത് അല്ലെ. നമ്മളുടെ 2 നമ്പേഴ്സ് ഉണ്ട്. ഇനി വേറെ ഒന്നും ആലോചിക്കണ്ട. പെർസെന്റേജ് ലെസ് കണ്ടുപിടിച്ചേ. പെർസെന്റേജ് ലെസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ 2 നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക. പെർസെന്റേജ് ലെസ് എന്ന് പറയുമ്പോൾ ലാർജർ നമ്പർ താഴെ കൊടുക്കുക അല്ലെ. ലാർജർ നമ്പർ 120 into 100. സോൾവ് ചെയ്താൽ പോരായോ? സീറോസ് കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 200 by 12. That is 100 by 6, 50 by 3. എന്തോരും നമ്മുടെ മിക്സഡ് ഫ്രാക്ഷനിലാണ് ഓപ്ഷൻ കിടക്കുന്നത് അല്ലെ. ദാറ്റ് ഈസ് 16 2/3. ഒന്ന് നിങ്ങൾ ഈ ഓപ്ഷൻസ് ഒന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ടാക്കുക. എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്യുക അല്ലെ. 20, 16, 18, 2. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? ആൻസർ എന്താണോ അത് ആദ്യം എഴുതുക. 16. പിന്നെന്താ റിമൈൻഡർ എന്ത് വന്നു? 2. ദെൻ ഡിവൈസർ 16 2/3%. മനസ്സിലായോ? ഫ്രാക്ഷൻ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നതെന്ന്? കോഷ്യന്റ് ആദ്യം, അതായത് ആൻസർ എന്ത് വന്നു അത് ആദ്യം എഴുതുക. ദെൻ റിമൈൻഡർ ബൈ ഡിവൈസർ, അത്രയും പെർസെന്റേജ്. ഓക്കെ, സോ ആൻസർ 16 2/3%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The length of a rectangle is increased by 25%. By what percent would the width have to be decreased to maintain the same area? നമ്മളിപ്പം ചെയ്ത അതേ ടൈപ്പ് തന്നെ, ആ ഒരു ടൈപ്പ് തന്നെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഇസ് ഇൻക്രീസ്ഡ് ബൈ 25%. ബൈ വാട്ട് പേഴ്സൺ വുഡ് ദ വിഡ്ത്ത് ഹാവ് ടു ബി ഡിക്രീസ്ഡ് ടു മെയിൻറ്റെയിൻ ദ സെയിം ഏരിയ? ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ ആണ്. നോക്കിയോണം. A into B equal to C. അതായത് 2 ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ മറ്റൊന്ന് കിട്ടുന്ന എല്ലാ കേസിലും ഒരു എക്സാമ്പിൾ ആണ് ഇതാണ്ട് ഈ ക്വസ്റ്റ്യൻ. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു ഏരിയ അല്ലെ. ലെങ്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഏരിയ കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെ അതേപോലെ വേറെ എക്സാമ്പിൾസ് ഉണ്ട്. പ്രൈസ് ഇൻറ്റു കൺസംഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പൊ 2 എണ്ണം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മറ്റൊന്ന് കിട്ടുന്ന എല്ലാ കേസിലും എന്താ ഈ ഒരു റിലേഷൻ എന്തായിരിക്കും? ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള, അതായത് ഈ ഏരിയ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ഈ 2 ടേംസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ലെങ്തും ബ്രെഡ്ത്തും ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ എന്താ? ഒരെണ്ണം കൂടുമ്പം മറ്റൊന്ന് കുറയുന്നു. ക്ലിയർ ആണോ? അതായത് ഇപ്പൊ ഒരു റെക്ടാങ്കിളിന്റെ ലെങ്തിനെ നമ്മൾ കൂട്ടി 20% കൂട്ടിയെങ്കിൽ ഇതിന്റെ ഏരിയയ്ക്ക് ഒരു മാറ്റവും വരരുതെങ്കിൽ ഇതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞത് എത്ര കുറയ്ക്കണം എന്നാണ് നമ്മൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ 25% അല്ലെ. ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് 25% കൂട്ടി എങ്കിൽ അതിന്റെ വിഡ്ത്ത് എത്ര ശതമാനം കുറച്ചാലാണ് സെയിം ഏരിയ അല്ലെ, കോൺസ്റ്റന്റ് ആയിരിക്കണം ഏരിയ എന്ന് പറയുന്നു. അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കുക. 2 എണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് മറ്റൊന്ന് കിട്ടുന്ന എല്ലാ കേസിലും
ഈ പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഈ രണ്ട് ടേംസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താ? റേഷ്യോ എന്ന് പറഞ്ഞാൽ അതായത് ലെങ്തിന്റെ റേഷ്യോ, രണ്ട് ലെങ്ത് L1:L2 റേഷ്യോ A:B ആണെങ്കിൽ B1:B2 റേഷ്യോ എന്തായിരിക്കും? ലെങ്തിന്റെ റേഷ്യോ A:B ആണെങ്കിൽ ബ്രെഡ്ത്തിന്റെ റേഷ്യോ എന്തായിരിക്കും? തിരിച്ചിട്ടാ മതി, B:A ആയിരിക്കും. ഇതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്ന് കൂടിയാൽ അതായത് ഒന്ന് കൂടുവാണെങ്കിൽ മറ്റത് കുറയുന്നു. ക്ലിയർ ആണോ? ലെങ്തിന്റെ റേഷ്യോ A:B ആണെങ്കിൽ ബ്രെഡ്ത്തിന്റെ റേഷ്യോ B:. ഇത് മാത്സിൽ നമ്മൾ പലയിടത്തായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് പഠിച്ചു വെച്ചേക്കാം. നമ്മൾ പറയാറുണ്ട് എന്താ, സ്പീഡ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം അല്ലെ? ഇതും ഇങ്ങനെ തന്നെ, രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്താൽ മറ്റൊന്ന് കിട്ടുന്ന കേസിൽ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡും ടൈമും എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സ്പീഡ് കൂടിയാൽ ടൈം കുറയും അല്ലെ? അതേപോലെ തന്നെ ഏരിയ കോൺസ്റ്റന്റ് ആണെങ്കിൽ ലെങ്ത് കൂടുമ്പോൾ ബ്രെഡ്ത്ത് കുറയണം അല്ലെ? അപ്പൊ റേഷ്യോ ഞാൻ A:B ആണെങ്കിൽ B:A. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം എന്താ? ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഇസ് ഇൻക്രീസ്ഡ് ബൈ 25%. അപ്പം ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത് നമുക്ക് പറയാം L ഒറിജിനൽ, L ന്യൂ. ഓക്കെ, ഒറിജിനൽ ലെങ്ത് 100 ആയിരുന്നെങ്കിൽ പുതിയ ലെങ്ത് എന്താ? ഇൻക്രീസ്ഡ് ബൈ 25%. നമ്മൾ X എന്ന് എടുക്കാം, എളുപ്പത്തിനാണ് നമ്മൾ 100 എടുക്കുന്നത്. 100 ആണ് അസ്യൂം ചെയ്താൽ പുതിയ ലെങ്ത് 125 ആണ്. ക്ലിയർ ആണോ? അപ്പൊ ലെങ്തിന്റെ റേഷ്യോ കിട്ടി. അങ്ങനെയാണെങ്കിൽ വിഡ്ത്തിന്റെ റേഷ്യോ എന്താ? വിഡ്ത്ത് ഒറിജിനൽ ഈസ് വിഡ്ത്ത് ന്യൂ എന്ന് പറഞ്ഞ റേഷ്യോ എന്താ? ഇത് ജസ്റ്റ് തിരിച്ചിട്ടാ മതി. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? ലെങ്തിന്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് തിരിച്ചിരുന്നതാണ് വിഡ്ത്തിന്റെ റേഷ്യോ. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷ്യോ എടുത്ത് ചെയ്യാം, അല്ല ഈ വാല്യൂ ആയിട്ട് തന്നെ തിരിച്ചിടാം, കുഴപ്പമൊന്നുമില്ല. റേഷ്യോ എടുത്താൽ ഇപ്പൊ നമുക്ക് 25 വെച്ച് കട്ട് ചെയ്താൽ എന്ത് വരും? ഇവിടെ 4 വരും, ഇവിടെ 5 വരും അല്ലെ? 4:5 ആണ് റേഷ്യോ. അപ്പൊ വിഡ്ത്തിന്റെ റേഷ്യോ എന്താ? 5:4. അതായത് ഒറിജിനൽ 5 ആയിരുന്നു, പിന്നെന്ത് ചെയ്തു? അത് കുറഞ്ഞു 4 ആയി അല്ലെ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര പെർസെന്റേജ് കുറഞ്ഞു എന്നുള്ളതാണ്. ബൈ വാട്ട് പെർസെന്റ് ദ വിഡ്ത്ത് ഹാവ് ടു ബി ഡിക്രീസ്ഡ് അല്ലെ? പെർസെന്റേജ് ഡിക്രീസ്, എത്ര കുറഞ്ഞു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് വാല്യൂ നിങ്ങളുടെ കയ്യിലുണ്ട്. 5 ആയിരുന്നു, അത് 4 ആയി. പെർസെന്റേജ് ഡിക്രീസ് കാണാൻ എന്താ എളുപ്പമല്ലേ? അത് ഡിഫറൻസ് എടുക്കുക. 1 താഴെ എന്ത് കൊടുക്കണം? പെർസെന്റേജ് ഡിക്രീസ് ആണ്. സോ വലിയ നമ്പർ കൊടുക്കുക. ദാറ്റ് ഈസ് 5 × 100. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 20%. ഓപ്ഷൻ ഡി. മനസ്സിലായോ? അപ്പൊ ഇതേപോലുള്ള ചോദ്യങ്ങൾ, അതായത് ഒരു ഏരിയ ലെങ്ത് ബ്രെഡ്ത്ത് എന്നൊക്കെ തരുന്ന ആ ഒരു കേസിൽ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് മറ്റൊന്ന് കിട്ടുന്ന കേസിൽ ആ പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിന് മാറ്റമൊന്നും ഉണ്ടാവരുത്. ദെൻ ഒരു വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്തു, മറ്റേ വാല്യൂ എത്ര കുറയണം എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം റേഷ്യോ ആണ് ലെങ്തിന്റെ പുതിയ ലെങ്തിന്റെയും റേഷ്യോ കാണുക. 4:5 അല്ലെ? വിഡ്ത്തിന്റെ റേഷ്യോ എന്നാണ് തിരിച്ചു പറയാം, 5:4. ക്ലിയർ ആണോ? ഈ ഒരെണ്ണം കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഒരു രീതി പറഞ്ഞുതരാം. അതായത് ഇതേപോലുള്ള കേസിൽ, അതായത് A:B = C എന്ന് പറയുന്ന കേസിൽ സി പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് ആവണം. എക്ക് X% ചേഞ്ച് ഉണ്ടായി എങ്കിൽ ബിക്ക് എത്ര ശതമാനം ചേഞ്ച് അല്ലെങ്കിൽ എത്ര ശതമാനം കുറയണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒറ്റ ഒരു ഇക്വേഷൻ പോലെ വേണമെങ്കിൽ പറയാം. 100 × X / 100 ± X%. ക്ലിയർ ആണോ? ഇങ്ങനെ, അതായത് നോക്കിയോണം, ഇവിടെ എവിടെ പ്ലസ് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റിന് തന്നിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആണെങ്കിൽ, X% ഇൻക്രീസ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ പ്ലസ് കൊടുക്കാം. X% ഡിക്രീസ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ മൈനസ് കൊടുക്കാം. ക്ലിയർ ആണോ? എന്താണ്? A × B = C എന്ന് പറഞ്ഞ കേസിൽ എക്ക് X%, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുവാണെങ്കിൽ A × B = C എന്ന് പറഞ്ഞ കേസിൽ, അതായത് ലെങ്ത്, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ലെങ്ത് × ബ്രെഡ്ത്ത് = ഏരിയ എന്ന് പറയുന്ന കേസിൽ ലെങ്ത് X% ഇൻക്രീസ് ചെയ്തു എങ്കിൽ ബ്രെഡ്ത്ത് എത്ര ശതമാനം കുറയണം എന്ന് ചോദിച്ചാൽ എന്തെഴുതണം? 100 × X / ഇവിടെ ഇൻക്രീസ് അല്ലേ, സോ 100 + X%. ആണല്ലോ. ഇനി ഇൻ ക്വസ്റ്റ്യൻ നമ്മുടെ X% ഡിക്രീസ് എന്നാണെങ്കിൽ, കുറയുകയാണെങ്കിൽ എത്ര ശതമാനം കൂടണം എന്നായിരിക്കും ചോദിക്കുന്നത് അല്ലെ? അപ്പൊ എന്താ? 100 × X / 100 - X × 100%. തന്നിരിക്കുന്ന X ഇൻക്രീസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, ഡിക്രീസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. ക്ലിയർ ആണോ? ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം, പഠിച്ചു വെച്ചേക്കാം. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 100 × 25 എന്ത് വരും? 100 + 25 125% അല്ലെ? ഇവിടെ കട്ട് ചെയ്താല് 5 ആയി, 500 ഇവിടെ കട്ട് ചെയ്താല് 20 ആയി.
20% is the answer. Clear ആണോ? ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The price of sugar is increased by 20%. By what percent must the consumption of sugar be decreased so that expenditure on sugar may remain the same? നേരത്തെ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ഇവിടെ പറഞ്ഞ? പ്രൈസ്, അതേപോലെ കൺസംഷൻ, എക്സ്പെൻഡിച്ചർ അല്ലെ. പ്രൈസ് ഇൻറ്റു കൺസംഷൻ എന്ന് പറയുന്നതാണ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം അല്ലെ. പ്രൈസ് എത്ര കൂടി? 20% ഇൻക്രീസ് ചെയ്തു എങ്കിൽ കൺസംഷൻ ഉണ്ടാവുന്ന പെർസെന്റേജ് ഡിക്രീസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. എന്താണ്? 100 ആയിരുന്നു, അത് 120 ആയി അല്ലെ പ്രൈസ് എങ്കിൽ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്തായി? 120:100 ആയി. അപ്പൊ ഈ കൺസംഷനിലുള്ള പെർസെന്റേജ് ഡിക്രീസ് ആണ് ചോദിക്കുന്നത് അല്ലെ. ഡിഫറൻസ് എടുക്കുക. 20 ബൈ ലാർജർ നമ്പർ 120 into 100. ക്ലിയർ അല്ലേ? സോ എന്ത് വരും? 100/6. ദറ്റ് ഈസ് നമ്മൾ നേരത്തെ ചെയ്തതാണ് 100/6. 16 2/3%. ഓക്കെ അല്ലേ? ഒന്നേ ഇങ്ങനെ ചെയ്യാം, അല്ല നമ്മൾ നേരത്തെ പഠിച്ച ആ ഇക്വേഷൻ വെച്ചാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പെർസെന്റേജ് ഡിക്രീസ് അതല്ലേ, X% 20% ഇൻക്രീസ് ഉണ്ടായി എങ്കിൽ കൺസംഷൻ എത്ര കുറയണം അല്ലെ. അപ്പൊ എങ്ങനെ ചെയ്യാം? 100 into 20 ബൈ തന്നിരിക്കുന്ന എക്സ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന പെർസെന്റേജ് ഇൻക്രീസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക. 100 + 20 120 അത്രയും പെർസെന്റേജ്. ക്ലിയർ ആണോ? ദറ്റ് ഈസ് 100/6. 16 2/3%. രണ്ട് രീതി, ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 20% and the resulting number then decreased by 30%. Find the resultant change. ഒരു നമ്പർ ആദ്യം 20% കൂടി, പിന്നീട് അത് 30% കുറഞ്ഞു എങ്കിൽ റിസൾട്ടന്റ് ചേഞ്ച്. നോക്കിയേ, ആദ്യം ഒരു നമ്പർ 20% കൂടി, പിന്നീട് അത് 30% കുറഞ്ഞു അല്ലെ എങ്കിൽ റിസൾട്ടന്റ് ചേഞ്ച് ആണ് ചോദിക്കുന്നത്. എങ്ങനെ ചെയ്യാം? നോക്കിയേ, ആദ്യം ഞാൻ നമ്പർ 100 ആണെന്ന് അസ്യൂം ചെയ്യുന്നു എങ്കിൽ 20% കൂടിയെന്ന് പറയുമ്പോൾ എത്ര ആയി? അത് 120 ആയി അല്ലെ. 20%, 100ന്റെ 20% 20 ആണ്, അതും കൂടെ കൂട്ടിയത് 120 ആയി. ഇനി എന്താ ചെയ്യുന്നത്? ഇനി അതിനെ വീണ്ടും 30% കുറച്ചു അല്ലെ. 30% കുറവ് വന്നു. അപ്പൊ എത്രയായി? നമുക്ക് പറയാം 70% of 120 അല്ലെ, അല്ലെങ്കിൽ 120 മൈനസ് 30% of 120. അത് കാണുക അല്ലെ. എന്ത് വരും ആൻസർ? 12 into 7 84 അല്ലെ. 84 ആയി. ക്ലിയർ ആണോ? ആദ്യം എന്റെ നമ്പർ 100 ആയിരുന്നു, ആദ്യം അതിനെ 20% ഇൻക്രീസ് ചെയ്തു, അത് 120 ആയി. വീണ്ടും അതിനൊരു 30% ഡിക്രീസ് അല്ലെ, കുറവ് സംഭവിച്ചു, അത് 84 ആയി. അപ്പൊ റിസൾട്ടന്റ് എന്താ? 100 ആയിരുന്ന നമ്പർ അവസാനം എന്തായി? 84 ആയി. എന്ന് വെച്ചാൽ എത്ര കുറഞ്ഞു? 16% ഡിക്രീസ് ഉണ്ടായി. ക്ലിയർ അല്ലേ? 16% ഡിക്രീസ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എന്താ? നമ്മൾ 100 എന്ന് അസ്യൂം ചെയ്ത് ഈ പറയുന്ന ചേഞ്ച് ചെയ്ത റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. ഇതിന് നമുക്ക് ഒരു രീതിയിലൂടെ ചെയ്യാം. അതായത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്താ? ഒരു നമ്പറിന് ആദ്യം X% ചേഞ്ച് ഉണ്ടായി. ചേഞ്ച് എന്ന് ഞാൻ പറഞ്ഞത് ഇൻക്രീസ് ആകാം, ഡിക്രീസ് ആകാം. ഓക്കെ, ഒരു നമ്പറിന് X% ചേഞ്ച് ഉണ്ടായി, വീണ്ടും അതിന് Y% ചേഞ്ച് ഉണ്ടായി എങ്കിൽ റിസൾട്ടന്റ് ചേഞ്ച്. ക്ലിയർ ആണോ? ഒരു നമ്പറിന് ആദ്യം X% ചേഞ്ച് ഉണ്ടായി, പിന്നീട് അതിന് Y% ചേഞ്ച് ഉണ്ടായി എങ്കിൽ റിസൾട്ടന്റ് ചേഞ്ച് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? X + Y + XY/100%. ഇത് പഠിച്ചു വെച്ചേക്കാം. ഇത് വെച്ച് ചെയ്യാവുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെ, രണ്ട് ചേഞ്ച് വന്നാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ചെയ്യാം. 2ൽ കൂടുതൽ വരുവാണെങ്കിൽ നമ്മൾ നമ്മൾ 100 എന്ന് അസ്യൂം ചെയ്തതുപോലെ ചെയ്തു പോയാലും മതി. ഓക്കെ, അപ്പൊ എന്താണ്? X + Y + XY/100%. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇൻക്രീസ് ആണെങ്കിൽ, അതായത് ഈ ചേഞ്ച് എന്ന് നമ്മൾ പറഞ്ഞില്ലേ X% ചേഞ്ച് എന്ന് പറഞ്ഞാൽ, അത് ഇൻക്രീസ് ആണെങ്കിൽ ആ എക്സിന് അവിടെ പ്ലസ് കൊടുക്കുക, ഡിക്രീസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. അത് മറക്കരുത്. ക്ലിയർ ആണോ? അപ്പൊ എന്താണ്? X + Y + XY/100%. ഇൻക്രീസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, ഡിക്രീസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. എ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 20% അല്ലെ. ആദ്യം 20% ഇൻക്രീസ് ചെയ്തു, പിന്നീട് 30% ഡിക്രീസ് ചെയ്തു. അപ്പൊ റിസൾട്ടന്റ് ചേഞ്ച് എന്താ? 30ക്ക് എന്ത് ചെയ്യണം? മൈനസ് കൊടുക്കണം അല്ലെ, ഡിക്രീസ് ആയതുകൊണ്ട് -30. ദെൻ ഇവിടെ ഒരു ടേമിന് മൈനസ് വരുമ്പോൾ ഇവിടെ മൈനസ് ആവും. -20 × 30/100.
ക്ലിയർ ആണോ? ചെയ്തേ. 20 മൈനസ് 30 മൈനസ് 10 മൈനസ് സീറോസ് കട്ട് ചെയ്താൽ 6. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് 60. മൈനസ് എന്താ ഡിനോട്ട് ചെയ്യുന്നത്? ഇൻ ഡിക്രീസ് അല്ലെ. നമുക്ക് ഓപ്ഷൻ കണ്ടോ? 16% ഇൻക്രീസ് ഉണ്ട്, 16% ഡിക്രീസ് ഉണ്ട്. പെട്ടെന്ന് അത് മാർക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോവരുത്. മൈനസ് 16% പറഞ്ഞാൽ 16% ഡിക്രീസ്. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ എളുപ്പം ചെയ്തുകൂടായോ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്ന വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the length of a rectangle is increased by 20% and the breadth is increased by 30%, then what will be the percentage increase in the area of a rectangle? ഇതേപോലെ നമ്മൾ വേറൊരെണ്ണം ചെയ്തായിരുന്നു അല്ലെ. എന്തായിരുന്നത്? A into B equal to C എന്ന ഫോമില് എക്ക് X% ചേഞ്ച് ഉണ്ടായി എങ്കിൽ C കോൺസ്റ്റന്റ് ആയിരിക്കാൻ B എത്ര കുറയണം അല്ലെ, അല്ലെങ്കിൽ എത്ര ആണോ ചേഞ്ച് വരേണ്ടത് നമ്മൾ ചെയ്തു. ഇത് അതേപോലെയാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. രണ്ട് ടേംസ് മൾട്ടിപ്ലൈ ചെയ്താൽ മറ്റൊന്ന് കിട്ടുന്ന കേസിൽ ആദ്യത്തതിന് X% ചേഞ്ച് ഉണ്ടായി, രണ്ടാമത്തതിന് Y% ചേഞ്ച് ഉണ്ടായി എങ്കിൽ Cക്കുണ്ടായ ചേഞ്ച് എന്ന് ചോദിച്ചാൽ ഏത് തന്നെ ചെയ്താൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ X plus Y plus XY by 100%. ക്ലിയർ ആണോ? രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്താൽ മറ്റൊന്ന് കിട്ടുന്ന കേസിൽ ഒരു ടേം X% ചേഞ്ച് ഉണ്ടായി, അടുത്തതിന് Y% ചേഞ്ച് ഉണ്ടായി എങ്കിൽ Cക്ക് അതിന്റെ പ്രോഡക്റ്റിന് എന്ത് ചേഞ്ച് ഉണ്ടായെന്ന് ചോദിച്ചാൽ X plus Y plus XY by 100%. ക്ലിയർ ആണോ? 20%, 20 plus 30 plus 20 into 30 by 100. ഓക്കെ, ദാറ്റ് ഈസ് 50 പ്ലസ് എന്ത് വരും? 6, 56 പ്ലസ് അല്ലേ. ദാറ്റ് മീൻസ് 56% ഇൻക്രീസ്. ഓപ്ഷൻ എ 56% ഇൻക്രീസ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The length of the side of a square is increased by 1%. By what percent the area of square increase? സ്ക്വയറിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? എ സ്ക്വയർ അല്ലെ, അതാണ് ഏരിയ. അതായത് ഒരു സ്ക്വയർ ഓഫ് സൈഡ് എ ആണെങ്കിൽ എ ഇൻറ്റു അല്ലെ, എല്ലാ സൈഡ്സിന്റെയും ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഉള്ളതാണ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ എ ഇൻറ്റു എ ആണ് ഏരിയ എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു എക്ക് നമുക്ക് ഇങ്ങനെ പറയാം, എ ഇൻറ്റു എ ഏരിയ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഈ ഒരു ലെങ്ത് എന്താ 1% ഇൻക്രീസ് ഉണ്ടായി അല്ലെ. അപ്പൊ ഇതിനും അത് തന്നെ 1% ഇൻക്രീസ് ഉണ്ടായി എങ്കിൽ ഏരിയക്കുണ്ടായ ചേഞ്ച് ആണ്. ബൈ വാട്ട് പെർസെന്റ് ഏരിയ ഓഫ് ദ സ്ക്വയർ ഇൻക്രീസസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് നമ്മളിപ്പോ പഠിച്ചതുപോലെ തന്നെ അല്ല, ലെങ്ത് ബ്രെഡിന് വരും രണ്ട് സൈഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? 1 plus 1 അല്ലെ, രണ്ട് ഇൻക്രീസ് ആണ്. 1 plus 1 plus 1 into 1 by 100 അല്ലെ. ദാറ്റ് ഈസ് 2 പ്ലസ് എന്ത് വരും? 1 by 100 0.01. ദാറ്റ് ഈസ് 2.01%. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി 2.01%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The length and breadth of a rectangular plot are increased by 25% and 40% respectively. Then the new area of the plot shall be how many times the original area? എന്താണ്? ലെങ്ത് 25% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ബ്രെഡ്ത്ത് 40% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയക്കുണ്ടായ ചേഞ്ച് അല്ലെ, പെർസെന്റേജ് ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. പെർസെന്റേജ് ചേഞ്ച് ചെയ്താൽ ഒറിജിനൽ ഏരിയയും ന്യൂ ഏരിയയും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ. അവര് ചോദിച്ചേക്കുന്നത് ദ ന്യൂ ഏരിയ ഓഫ് ദ പ്ലോട്ട് ഷാൽ ബി ഹൗ മെനി ടൈംസ് ദ ഒറിജിനൽ ഏരിയ. ഒറിജിനൽ ഏരിയയുടെ എത്ര ഇരട്ടിയാണ് ന്യൂ ഏരിയ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്ക്. അപ്പൊ ആദ്യം നമുക്ക് ഏരിയയിലുള്ള ചേഞ്ച് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? X plus Y plus XY by 100%. 25 plus 40 plus 25 into 40 by 100 അല്ലെ. ഇത് എന്ത് വരും? 65 plus 4 10 plus 10 75% അല്ലെ. 75% എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഏരിയ 100 ആണെങ്കിൽ ന്യൂ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? 75% ഇൻക്രീസ് ചെയ്തതാണ് അല്ലെ. ഒറിജിനൽ ഏരിയ 100 ആണെങ്കിൽ ന്യൂ ഏരിയ 175 ആണ്. ഇനി ചോദിക്കുന്നത് എന്താ? ന്യൂ ഏരിയ എന്ന് പറയുന്നത് എത്ര ഇരട്ടിയാണ്? ഇപ്പൊ നമ്മൾ പറയുവാണ് എ ഈസ് അല്ലെങ്കിൽ രണ്ട് വാല്യൂ തരികയാണ്. അതായത് ഇപ്പൊ എ ബി എന്താണ്
എ എന്ന് പറയുന്നത് ബിയുടെ എത്ര ടൈംസ് ആണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഇങ്ങനെ എടുക്കത്തില്ലേ, അതായത് ഇപ്പൊ 2b എന്ന് പറഞ്ഞാൽ എന്താ, എ ഈക്വൽ ടു 2 ടൈംസ് ബിയുടെ 2 ഇരട്ടിയാണ് എന്നല്ലേ എഴുതിയേക്കുന്നത്. അപ്പൊ ആ എത്ര ടൈംസ് ആണെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി, എ ബൈ ബി ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, എ ഈസ് 2 ടൈംസ് ബി എന്ന് നമ്മൾ എഴുതിയാൽ നമുക്കറിയാം എന്താ, എ എന്ന് പറഞ്ഞാൽ 2 ഇരട്ടിയാണ്. ചോദ്യം ഇങ്ങനെയാണ്, ബി എന്ന് പറയുന്നത് എയുടെ അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് ബിയുടെ എത്ര ഇരട്ടിയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, എ ബൈ ബി. 2 ടൈംസ് എന്നുള്ള ആൻസർ ഇടാൻ എ ബൈ ബി എന്ന് ചെയ്താൽ പോരായോ. അപ്പൊ അതേപോലെ തന്നെ ഇനി ഇൻ കേസ് ഇങ്ങനെയാണ് നടക്കുന്നെങ്കിലോ, എ ഈക്വൽ ടു 1/2 ബി ആണെങ്കിൽ എന്താ, ഹാഫ് ആണ് അല്ലെ, ഹാഫ് ടൈംസ്. അപ്പൊ എ ബൈ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് 1/2 കിട്ടും. അതേപോലെ ഇവര് ചോദിക്കുന്ന ഇതാണ്, ന്യൂ ഏരിയ എന്ന് പറയുന്നത് ഒറിജിനൽ ഏരിയയുടെ എത്ര ടൈംസ് ആണെന്ന് അല്ലെ. അപ്പൊ ന്യൂ ഏരിയ എന്ന് പറയുന്നത് ന്യൂ ഏരിയ ബൈ ഒറിജിനൽ ചെയ്ത് നോക്കിയാൽ മതി എത്ര ടൈംസ് ആണെന്നുള്ളത് കിട്ടും അല്ലെ. ദാറ്റ് ഈസ് 175/100. നമുക്ക് ജസ്റ്റ് റേഷ്യോ മതി, അതുകൊണ്ടാണ് നമ്മൾ ഒരു വാല്യൂ അസ്യൂം ചെയ്തേക്കുന്നത്. 100 ആണെങ്കിൽ അത് 175 അല്ലെ. എത്ര ടൈംസ് പറഞ്ഞാൽ 175/100. ഓക്കെ, ഇനിയും 5 വെച്ച് കട്ട് ചെയ്താൽ എന്ത് വരും, 3 35 അല്ലെ. 5 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 25. ദെൻ ഇവിടെ 7 5 അല്ലെ. ആൻസർ എന്ത് വരും, 7/5 ടൈംസ്. ഓപ്ഷൻ എ 7/5 ടൈംസ് ആണ്. അപ്പം ന്യൂ ഏരിയ ഒറിജിനൽ ഏരിയയുടെ എത്ര ടൈംസ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, ന്യൂ ബൈ ഒറിജിനൽ, ആ ഒരു ന്യൂ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ ചെയ്ത് നോക്കിയാൽ മതി എത്ര ടൈംസ് ആണെന്നുള്ളത് അല്ലെ. ഇപ്പൊ നമുക്ക് പറയാം 7/5 ടൈംസ് ആണ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടീം കോമ്പറ്റീവ് ക്രാക്കർ ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് 90 ഡേയ്സിന്റെ ഒരു എന്താണ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.